ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാവുന്ന അടിപൊളി ടൊമാറ്റോ ബർത്തയാണ് കേട്ടോ. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഒരു കാലം ചോറുണ്ണാൻ ഇത് മാത്രം മതി. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പിടി വെള്ളുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിടി വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം സവാള. ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി നടു കഷ്ണിച്ചിട്ട് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ തൊലി നമുക്കിതുപോലെ കളഞ്ഞെടുക്കാം. പെട്ടെന്ന് തന്നെ തൊലി പോകുന്ന കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. നന്നായിട്ടൊന്ന് മൊരിയിച്ചതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക. ഇനി ഫ്ലെയിമിൻ്റെ ആവശ്യമൊന്നുമില്ല. നേരെ നമുക്ക് ഇതെല്ലാം കൂടിയിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം. നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, വറ്റൽമുളക്, വെള്ളുള്ളി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കണം. അതിനുശേഷം തക്കാളി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കൈ കൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു നല്ല ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കുഴച്ച് കഴിക്കാം. ഇത് മാത്രം മതി നമുക്ക് കറിക്ക്, വേറെ ഒന്നും വേണ്ട. സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്